ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ദേ അമ്മയും അന്നുവും അവിടെ നിൽക്കുന്നുണ്ട്. ദേ അമ്മ നിൽക്കുന്നു, ദേ അന്നു നിൽക്കുന്നു. അന്നു സൈക്കിളും പൊക്കി പിടിച്ചോടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് മിനി വ്ളോഗാണ്. ദേ അന്നു ദേ എന്താ സൈക്കിളും വെച്ച് കോപ്പറം കാണിക്കുന്നുണ്ട്. അന്നു എന്നെ എന്താ വെച്ച് വരച്ച്. ഇന്നലെ അന്നു എന്നെ മാന്തി ചെയ്യുന്നത് കഷ്ടമാണ്. ഓക്കെ, നമുക്ക് താരത്തിൽ വെച്ച് കാണാം. ഫ്രണ്ട്സ്, താര എത്തി. അപ്പം നമ്മൾ ഇരിക്കുന്നത് അമ്മയുടെ ലാബിലാണ്. ദേ അന്നു. അപ്പോൾ അന്നുവിന് വീട്ടിൽ വന്ന് ഇഷ്ടമല്ല. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ഈ സീറ്റ് ഇരിക്കുന്നത് ഒത്തിരി ഇഷ്ടമല്ല. പഞ്ഞി പോലെ ഇരിക്കും, നല്ല സുഖമായിരിക്കും ഈ സീറ്റിലിരിക്കുന്നത്. എനിക്കിങ്ങനെയൊക്കെ ഇരിക്കും, നല്ല രസമായിരിക്കാൻ. പിന്നെ കമ്പ്യൂട്ടറുകൾ കൊണ്ട് പറയണ്ടല്ലോ, യൂട്യൂബ് കാണാമല്ലോ, സൂപ്പർ അതിൽ കാണാൻ. ടി വിയിൽ കാണുന്ന അത്ര പോലും കിട്ടത്തില്ല, കണ്ണടിച്ച് പോത്തുമില്ല. അപ്പോൾ പിന്നെന്താ, ഞാൻ കമ്പ്യൂട്ടർ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ ആഡംസ് അനലിറ്റിക്കൽ ലാബിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളും ഞാൻ എപ്പോഴും ഇങ്ങനെ കാണിക്കണം, സൂപ്പർ എന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങളും വന്നും കേട്ടോ. വളരെ ഞാനിങ്ങനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുമെന്ന് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കിട്ടി. അപ്പോൾ ഈ ക്ലിപ്പ് ഞാൻ നല്ല ക്ലിപ്പാണ്. ഞാൻ ബഡാ ബസാറിന് മേടിച്ച ചേർത്തലയിലെ ഞാൻ കുത്തിയിട്ട് വരാവേ. ബായ്. അപ്പോൾ ഞാൻ കാണിച്ചിട്ട് ഈ റാ എന്ന് വെച്ചേക്കണം. ഒറ്റ കൈ കൊണ്ട് റാ വെക്കണം ഇത്തിരി പാടാണ്. വെച്ച് ഭാഗ്യം. ഇത് കാണിച്ച് തരാം. നല്ല രസമുണ്ട് കാണാൻ. പുറയിൽ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളു. അപ്പോൾ ഞാൻ കുഴിമന്തി ആണ് കേട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കുഴിമന്തി കഴിച്ചാൽ നമുക്ക് ഉറക്കം വരും. പിന്നെ ട്യൂഷൻ 10 മണി തൊട്ട് 1 മണി വരെ ആയിരുന്നു. പിന്നെന്താ, എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉറക്കം വന്ന് കണ്ണൊക്കെ അടഞ്ഞു പോയിട്ട് വയ്യ ഞാൻ. അയ്യോ, നോക്ക് ഫ്രണ്ട്സ്, എൻ്റെ ഫോട്ടോയിൽ നെയിംസിൽ പറഞ്ഞ് വരച്ചു. ആകെ 2 ഉള്ളായിരുന്നു, അതും നീ വലിച്ചു കീറി കളഞ്ഞോ? എന്ത് വേണം കാണിച്ചേ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അടിച്ചാൽ അവൾക്ക് ഭയങ്കരമായിട്ടും കരയും. ഞാൻ ഒരു ചെറിയ അടി കൊടുത്താൽ മതി. അത് തരത്തില്ലെന്നും പറഞ്ഞ് അന്നു അത് മേടിച്ചെടുത്തു. എന്തിനാ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്തത് 10 മണിക്കാണ്. എനിക്ക് സങ്കടമായി കേട്ടോ. ഞാൻ ഇതെന്താ ഇങ്ങനെയൊക്കെ ക്യാമറ പിടിച്ചത്? ഇത് കണ്ടോ? അന്നു ഇന്ന് വരച്ചതാണ് ഇങ്ങനെ. എൻ്റെ പേരെന്താണ്, സ്കെച്ച് പേന വെച്ച് ഇങ്ങനെ ഉരച്ചതാണ്. അന്നു പോലും വിചാരിച്ചില്ല ഇങ്ങനെ വരുമെന്ന്. ഇത് ഇന്നലെ മാന്തിയത്. അപ്പോൾ ഇത് ഇന്നലെ മാന്തിയതാണ്, ഇത് ഇന്ന് വരച്ചതാണ്. അന്നു ഭയങ്കര ദുഷ്ടിയാണ്. പിന്നെ എൻ്റെ കാതിൽ കിടക്കുന്ന കമ്മൽ നിങ്ങൾ ശ്രദ്ധിച്ചത്, ഈ കമ്മൽ ഞാൻ മേടിച്ചത് കണ്ണൂർ പോയപ്പോൾ കണ്ണൂരിൻ്റെ എക്സിബിഷനിൽ മേടിച്ച നല്ല കമ്മലാട്ടോ. എനിക്ക് ചേരുന്നില്ലെന്ന് അമ്മ പറഞ്ഞു. അമ്മക്ക് മേടിച്ചതെന്ന് പറഞ്ഞു. ഇതെടുത്താൽ അമ്മേൻ്റെ കൈ ഒടിക്കും. അപ്പോൾ ഈ സ്കെയിൽ കണ്ടോ, ഈ സ്കെയിൽ വെച്ച് അമ്മേനെ എടുക്കും. പക്ഷേ ഇതുവരെ അടിച്ചിട്ടില്ല. ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഓടിക്കളഞ്ഞു, നിന്ന് കൊടുത്തില്ല. പക്ഷെ ടീച്ചർമാർ ഇതുകൊണ്ട് അടിക്കും. അയ്യോ, പ്രാണൻ പോകും. എന്ത് വേദനയാണെന്നാ കയ്യിലടിക്കുമ്പോൾ. അപ്പോൾ ഇത്ര വൈകിട്ട് കാണാം. ബായ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ടൈം എനിക്കിത്തിരി പാടല്ല കുറച്ച്. ഇതിൻ്റെ അറ്റം കൊണ്ട് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണേ. ഫിൽറ്റർ ഓഫ് ആക്കിയില്ല. ഇത് ഫിൽറ്റർ പോകണമില്ല. എനിക്ക് ഇഷ്ടപ്പെടണില്ല കേട്ടാ. ചുണ്ട് പിന്നെയും കുഴപ്പമില്ലെന്ന് നോക്കാം. അതേ ഇത് കണ്ട നല്ല രസമില്ലേ? ടൈം ഫോണിൽ നോക്കാമല്ലോ. ഇപ്പം 3:24 ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ 3:25 ആയിട്ടുണ്ട്. 3:30. പിന്നെ കയ്യിൽ ലിപ്സ്റ്റിക്ക് വന്ന നിങ്ങൾ കണ്ട? ഇത് കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഇനി ഞാനും കീറിക്കളഞ്ഞു.
ഇനി വെച്ചിട്ട് എന്തിനാ, ഞാൻ ഇത് കളയട്ടെ. ഞാൻ എന്തിനാ അതെ ഇങ്ങനെ അടിക്കും. അയ്യോ ഞാൻ തന്നെ എന്നെ അടിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ അടിക്കും. അയ്യോ എനിക്ക് വേണം എടുത്തിട്ടാ. അയ്യോ പിന്നെന്താ, എൻ്റെ വായിലെ വെള്ളം ഊറി ഇപ്പോൾ പറഞ്ഞു നല്ല തണുപ്പ് ഇതിന്. എൻ്റെ ദൈവമേ ചൂടെടുക്കണ്. അപ്പോൾ നമ്മൾ ഫാൻ ഓണാക്കാം. ഇത് ഓണാക്. അപ്പോഴേക്കും അന്നു ഞാൻ ഫാൻ ഓണാക്കാൻ പോയപ്പോഴേക്കും അന്നു എൻ്റെ ഇതും കൊണ്ടുവന്ന്. ഇതാണ് നമ്മൾ നമ്മൾ ഫാൻ ഓണാക്കാം ഇവിടെ കോം. അപ്പോൾ ആ നേരത്തെ കാണിച്ച ഫോട്ടോ അന്നു ആ നെയിം സ്ലിപ്പ് വെട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ഇത് അഞ്ഞൂറ് ഡ്രസ്സ് കണ്ടായിരുന്നോ നിങ്ങൾ? ട്രെൻഡ്സിൽ നിന്ന് മേടിച്ചതാണ്. അഞ്ഞൂറ് ഞാൻ അറ്റൻഷനായിട്ട് നിൽക്കാം. അപ്പോൾ അഞ്ഞു മാജിക് കാണിക്കുന്നത് നല്ല മാജിക്. ഈ മാജിക് നടന്നേ പറഞ്ഞ് തുള്ളി ചാടുവാണ് കേട്ടോ അഞ്ഞു ഇന്ന് നല്ല കൂടാ. അപ്പോൾ അറ്റൻഷൻ എന്ന് പറഞ്ഞപ്പോൾ അഞ്ഞു അറ്റൻഷൻ നിന്നു. പുറകോട്ട് തരുന്ന അറ്റൻഷൻ നിൽക്കാൻ പറഞ്ഞാൽ അഞ്ഞു പുറകോട്ട് തരുന്ന അറ്റൻഷൻ നിന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. അപ്പോൾ നമുക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ചായ കുടിക്കാൻ പോകാം. സൗമ്യ ചേച്ചിയും അന്നുവും അമ്മയുണ്ട്. അമ്മയുണ്ട്. അപ്പോൾ എൻ്റെ കാലുളുക്കി എനിക്കിങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും നോക്കൂല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാത്ത കേട്ടോ എവിടെയെങ്കിലും പോകുമ്പോൾ. അപ്പോൾ അന്നു സൈക്കിളിലാണ് അവിടെ വരെ പോകാനൊന്ന് സൈക്കിളിലേ ട്രെൻഡ്സ്. അപ്പോൾ നമ്മൾ ഞാൻ പാട്ടും പാടി നടക്കും. അഞ്ഞൂറ് ഞാൻ പറഞ്ഞതാ സൈക്കിൾ എടുക്കണത് പൊക്കിക്കൊണ്ട് വന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ചായ കുടിക്കാൻ പോയത്. അപ്പോൾ കുടിക്കുവാണ് ഞാൻ. അന്നുനെ ഞാനിപ്പോൾ കാണിച്ച് തരാം കേട്ടോ. എനിക്ക് ടൈമില്ല, അപ്പോൾ ഞാൻ ഓടിച്ച് പെട്ടെന്ന് കാണിക്കുവാണ് കേട്ടോ. അഞ്ഞു എനിക്ക് ടൈമില്ല, ബിക്കോസ് ഇത് വലിയ വീഡിയോ ആയിപ്പോയി. ഞാൻ എങ്ങനെയെങ്കിലും എഡിറ്റ് ചെയ്ത് ചെറുതാക്കിയതാണ്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു മനസമാധാനം കിട്ടത്തില്ല. ഇവിടെ ഇരിക്ക് ഇരുന്ന് അയ്യോ എൻ്റെ തൊണ്ട പോയേ പറഞ്ഞ് പാതിരാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്യുക. എൻ്റെ പാതിരാത്രിയാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും വന്നാൽ നല്ല കടയാണ്. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ ആഡംസ് എത്തി. അപ്പോൾ ഈ സാധനം കണ്ടോ, നല്ല സാധനമാണ് കേട്ടോ. കിൻഡർ ജോയ് എന്നങ്ങാണ്ട്, കിൻഡർ ജോയ് അല്ലല്ലോ, വേറെ എന്തോ സാധനത്തിൽ നിന്ന് അഞ്ഞിന് കിട്ടിയതാണ്. അപ്പോൾ ഇത് ലൈറ്റിൽ വെച്ചാൽ വെട്ടത്ത് വെച്ചില്ലെങ്കിൽ ലൈറ്റ് തെളിയും കേട്ടോ. നമ്മൾ കളിക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് കണ്ടോ, ഇത് താഴെ കിടന്നിട്ട് അഞ്ഞു എന്തിനെ കണ്ടാലും ഇങ്ങനെ പിടിച്ച് കയ്യിൽ ചത്താണ് കേട്ടോ. അപ്പോൾ അഞ്ഞു പറയുന്നത് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് കല്ലിനും പോലീസുമല്ല, നമ്മൾ കളിക്കാൻ പോകുന്നത് ഒളിപ്പിച്ച് കളിക്കാൻ പോവാണ്. എന്ത് സ്ലേറ്റാണ് ഒളിപ്പിച്ച് കളിക്കാൻ പോകുന്നത്? ഈ സ്ലേറ്റാണ് നമ്മൾ ഒളിപ്പിച്ച് കളിക്കാൻ പോകുന്നത്. നമുക്ക് കളിക്കാം, കമോൺ. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ ഈ സ്ലൈഡാണ് ഒളിപ്പിക്കുന്നത്. ഞാനാണ് ആദ്യം ഒളിപ്പിക്കുന്നത്. അഞ്ഞുതേ കാറിൻ്റെ പുറകെ വന്ന് കണ്ടുപൊട്ടി ഞാൻ ഒളിപ്പിച്ച സ്ഥലം പെട്ടെന്ന് കാണിക്കേണ്ടി വന്നു. ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അഞ്ഞൂറ് ഡൺ പറഞ്ഞിട്ട് അഞ്ഞു തപ്പിക്കൊണ്ടിരിക്കുവാണ്. അഞ്ഞു അവിടെ ഇരിപ്പുണ്ട് ഫ്രണ്ട്സ്. അഞ്ഞിനെ കണ്ണ് കാണാൻ വയ്യെന്നേ. ഞാൻ പറഞ്ഞു നിനക്കത് അവൾ കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അവൾ അങ്ങോട്ട് നോക്കിയിട്ട് അവൾക്ക് കണ്ണ് കാണാൻ വയ്യേടി ഞാൻ ചോദിച്ചിട്ട് അഞ്ഞു ഒന്നും പറയില്ല. അഞ്ഞിൻ്റെ അതിനെ തൊട്ട് താഴെയുണ്ട് കൈ. ഞാൻ സൂം ചെയ്തൊക്കെ കാണിച്ചിട്ടു അഞ്ഞു ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? ഇവൾക്ക് കണ്ണും കാണാൻ വയ്യ. ഇപ്പോഴെങ്കിലും കണ്ടല്ലോ. അഞ്ഞു വെറുതെ കാണിച്ചല്ല കേട്ടോ. അഞ്ഞുനെ എപ്പോഴും അങ്ങനെ കണ്ണ് കാണത്തില്ല. ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ നിനക്ക്. പിന്നെ ഞാൻ ചോദിച്ചാൽ അടുത്ത നീയാണ്, നീ വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ തലയാട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ വിളിക്കാൻ പറഞ്ഞപ്പോൾ അഞ്ഞു പറഞ്ഞ് ഇവിടെ വിളിക്കേണ്ടെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു എവിടെ വിളിക്കാനാ? അപ്പോൾ അഞ്ഞു പറഞ്ഞ് ഞാൻ വിളിച്ച സ്ഥലത്ത് വിളിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വിളിക്കാം. പക്ഷെ വിളിക്കാന്നേ. അപ്പോൾ ഫ്രണ്ട്സ് ലോങ് വീഡിയോ ആയിക്കൊണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്തപ്പോഴാണ് കാണുന്നത്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന്.